ഐക്യരാജ്യം ഇൻക്ലാബ് സിന്ദാബാദ് ഉത്താണ്ടനവധി പോരാട്ടങ്ങൾ എണ്ണമറ്റ രക്തസാക്ഷികൾ ചവിട്ടുകുട്ടയിൽ കൊല്ലും ഭരണകൂടം നരേന്ദ്രമോദി പോലീസ് യുവാക്കളുടെ നേരെ വന്നാൽ കാലം സാക്ഷി ചരിത്രം നീ കാണും ജലപീരങ്ങൾ നിങ്ങളെല്ലാത്തി തോക്കുകളും സ്നേഹ ബഹുമാനാന്തരങ്ങൾ നടന്നു ഈ തലസ്ഥാന തെരുവീതികളില് ഈ രാത്രിയുടെ വ്യായാമത്തിലും ഈ ഗുലാബിന്റെ ധ്വനികൾ കാരണം പ്രകമ്പനം സൃഷ്ടിച്ച പ്രിയ ഡെമോക്രാറ്റുകളെ, പ്രിയ സമര പോരാളികളെ, നിങ്ങൾക്കായിരം 1000 അഭിവാദ്യങ്ങൾ ആദ്യമേ നേരുകയാണ്. നാളെയുടെ പ്രതീക്ഷയായി പ്രസ്ഥാനം പിറവിയെടുത്തിട്ട് ചരിത്രത്തിൽ ഇന്ത്യ രാജ്യത്താദ്യമായി തെരുവിലിറങ്ങുന്നത് ഈ രാജ്യത്തിന്റെ വിദ്യാർത്ഥികൾക്ക്, ഈ രാജ്യത്തിന്റെ യുവാക്കൾക്ക് ഇന്നലെ ജന്തർ മന്ദറിൽ നടത്തിയ പോലീസ് അതിക്രൂരതയിൽ ഇന്ത്യയുടെ നീറ്റ് പരീക്ഷകൾ, കേന്ദ്ര സർക്കാർ നടത്തുന്നതായ എല്ലാ പരീക്ഷകൾക്കും ഇവൻ നേഴ്സറി എക്സാമിന്റെ സെക്യൂരിറ്റി പോലും ഇവിടുത്തെ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന പരീക്ഷാ സംവിധാനങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്ത നാണം കെട്ട ഒരു സാഹചര്യത്തിലാണ് ഈ ഇന്ത്യ രാജ്യം എത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജന്തർ മന്ദറില് ജനകീയ പ്രതിഷേധങ്ങൾ ഭയക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ അംബേദ്കർ ഉയർത്തിയ, ഭരണഘടന ഉയർത്തിയ ജനാധിപത്യപരമായി മുദ്രാവാക്യം വിളിക്കുവാനും തെരുവിൽ നിന്ന് പ്രതിഷേധിക്കുവാനുമുള്ള മൗലികാവകാശത്തെ തച്ചു തകർക്കുന്ന മോദി ഭീകര സർക്കാരിനെതിരെ ഈ യങ് ഡെമോക്രാറ്റ് സംഘടിപ്പിച്ച ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ യങ് ഡെമോക്രാറ്റ് സംസ്ഥാന കൺവീനർ എം താഹിറിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. പ്രിയമുള്ള സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, നമ്മൾ ഈ നീതി യാത്രയില് നൈറ്റ് മാർച്ചുമായി ലോക്ഭവന് മുമ്പിൽ നിൽക്കുമ്പോ നമുക്കറിയാം, ഇതേ സമയത്ത് അങ്ങ് ഡൽഹിയിലെ ജന്തർ മന്ദിറില് അവകാശ സമര പോരാട്ടങ്ങളുമായി രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന, രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തില് അത് കേവലം ഒരു പ്രതിഷേധമല്ല,
ഒരു അവകാശ സമര പോരാട്ടമാണ് എന്ന് ഇവിടെ ഞങ്ങൾ ഉറക്കെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ആ പോരാട്ടത്തോട്, ആ അവകാശ സമരത്തോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് കേവലം 6 മാസത്തിനകം പിറവിയെടുത്തിട്ട് 6 മാസം മാത്രമായ ഈ ഒരു പ്രസ്ഥാനം ഈ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും യുവജനങ്ങൾക്ക് വേണ്ടിയും രംഗത്തെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നീറ്റ് എക്സാമും അതുപോലെ തന്നെ CUET-യും CBSE-യും UPSC-യും ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള മുഴുവൻ പരീക്ഷകളിലും ക്രമക്കേടും അഴിമതിയും കാരണം ആരും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ യുവത്വം ഇതാ ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ പരീക്ഷാ ഏജൻസി പിരിച്ചുവിടുവാൻ തയ്യാറായില്ല എങ്കിൽ തീർച്ചയായിട്ടും വിവിധ സമരങ്ങളുമായി ഞങ്ങൾ തെരുവിൽ തന്നെ ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്തുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്? നീറ്റ് എക്സാമിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 20ഓളം വിദ്യാർത്ഥികളാണ് രാജ്യത്ത് 20ഓളം വിദ്യാർത്ഥികൾക്കാണ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്, ജീവൻ വെടിയേണ്ടി വന്നത്, ജീവൻ കൊടുക്കേണ്ടി വന്നത്. ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് നമ്മുടെ രാജ്യതലസ്ഥാനത്ത് നമ്മൾ ഈ സമരം, ഈ രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന, ഡൽഹിയിൽ നടക്കുന്ന ഈ സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെയൊരു മാർച്ച് ഈ ലോക്ഭവനിലേക്ക് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ മുഴുവൻ കാവ്യവൽക്കരിക്കുവാനുള്ള സംഘപരിവാറിന്റെ കേന്ദ്ര ഏകാധിപത്യ ഫാഷിസ്റ്റ് ഭരണകൂടത്തിന്റെ സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ 2ാം സ്വാതന്ത്ര്യ സമരത്തിനിതാ ഈ രാജ്യം തുടക്കം കുറിച്ചിരിക്കുന്നു. രാജ്യത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും, രാജ്യത്തിന്റെ തെരുവുകളിൽ നിന്നും സമരങ്ങൾ ഇതാ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു സമരവസന്തമായി ജന്തർ മന്ദറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. CAA പ്രക്ഷോഭത്തോടും കർഷക സമരത്തോടും NRC പ്രക്ഷോഭത്തോടും അതുപോലെ തന്നെ ഡൽഹിയിൽ നടന്നിട്ടുള്ള വംശഹത്യക്കെതിരെ നടത്തിയ പ്രതിഷേധത്തോടുമൊക്കെ തന്നെ, ആ പ്രതിഷേധത്തോടുമൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ കാണിച്ച ഭരണകൂട ഭീകരത ഈ പ്രതിഷേധത്തിൽ ചെലവാകില്ല എന്ന് പറയുവാൻ ഞങ്ങൾ ഇവിടെ ആഗ്രഹിക്കുകയാണ്. ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ്